ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് സന്തോഷവും സമാധാനവും തരുന്നതാണ്. ഇന്ന് ഈ തിരുവചനം കേൾക്കുവാൻ ഒരുങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ തിരുവചനം അത്ഭുതകരമായി ഇടപെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയരെ. തീർച്ചയായും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തരും. കാരണം ഇത് കേവലം ഒന്നോ രണ്ടോ മനുഷ്യരുടെ അനുഭവമല്ല. ആയിരക്കണക്കിന് അല്ല, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പോരാ, കോടിക്കണക്കിന് മനുഷ്യരുടെ അനുഭവമാണ് വചനം ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. ഈ ദൈവത്തിൻ്റെ വചനം, ഈ വചനം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉണ്ടാക്കി തരുന്നതാണ്. ഇന്ന് സൗഖ്യമില്ലേ? പക്ഷെ സൗഖ്യം തരും. കർത്താവിന് സ്തോത്രം. ഇന്ന് കടബാധ്യത ഞെരുക്കവുമാണോ? അതെല്ലാം കർത്താവ് മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിരാശയിൽ കഴിയുകയാണോ? ഒരു പ്രതീക്ഷയുടെ ജീവിതം സ്വപ്നം പോലും കാണാൻ കഴിയാതെ നിരാശ കയത്തിൽ ആണ്ടുപോയതാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ പ്രത്യാശയുടെ വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നത്തെ വിഷയമല്ലെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കുമെന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ 35. എന്താണ് മരുഭൂമി? ചുട്ടുവരണ്ട അനുഭവമുള്ള അവസ്ഥ, ഉഷ്ണക്കാറ്റിൻ്റെ അവസ്ഥ, വെള്ളമില്ലാത്ത അവസ്ഥ. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും, അല്ലേ? മരുഭൂമി. എന്നാൽ അതുപോലെയുള്ള ജീവിതങ്ങളുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ ജീവിതം അങ്ങനെയല്ലേ? മരുഭൂമി പോലെ വരണ്ടുണങ്ങിയത്, വെള്ളത്തിൻ്റെ ഒരു കനിവ് പോലും കാണാതെ വരണ്ടുണങ്ങിയ ജീവിതം. പക്ഷെ ദൈവം പറയുന്നു, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കാനിടയാകുമെന്ന്. മരുഭൂമിയിൽ ആനന്ദമില്ല, പക്ഷേ ആനന്ദം ദൈവം ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കും? തൻ്റെ വചനമയച്ച്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കിയെന്ന്. വചനമയച്ച് വിടുവിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൽ ആശ്രയിക്കൂ. ഈ വചനം എന്നെ തൊടണമേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം തരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ പ്രിയരെ. കർത്താവ് നിങ്ങളെ സന്ദർശിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് എൻ്റെയും പ്രാർത്ഥന. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശീമോൻ പത്രോസിന് വ്യക്തിപരമായ ചില വചനം കൊടുക്കുന്നു. അതൊരു ഭാഗ്യമാണ്. നാം പൊതുവായി ബൈബിൾ വായിക്കാറുണ്ട്. ലോഗോസ്, ലോഗോസ് എന്നാണ് ഈ എഴുതപ്പെട്ട തിരുവചനത്തിന് പറയാറ്. എന്നാൽ റേമ എന്ന് പറയും, റീമ എന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും റീമ എന്നുള്ളത് അപ്പോൾ ഓരോ വ്യക്തിക്കും ആ സാഹചര്യത്തിൽ ആവശ്യമുള്ള സ്വർഗീയ ദൂത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിത്യനായ ദൈവം തരുന്നതാണ് റീമ. അത് തികച്ചും വ്യക്തിപരമാണ്. പത്രോസിന് വ്യക്തിപരമായി വചനം കൊടുത്തു. പത്രോസിന്റെ ഉള്ള അവസ്ഥ യേശു മനസ്സിലാക്കി. അതാണ് ഏറ്റവും നമ്മെ സ്പർശിക്കുന്ന ഒരു കാര്യം. നമ്മുടെ വ്യക്തിപരമായ അവസ്ഥ ഈ ഭൂമിയിലുള്ള മറ്റുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. സ്വന്തം ഭാര്യ പോലും, എന്തിന് സ്വന്തം ഭർത്താവ് പോലും, മാതാപിതാക്കളോ മക്കൾ പോലും നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളൊരു സത്യം പറയാം, നമ്മുടെ യഥാർത്ഥ അവസ്ഥ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു യേശുവുണ്ട്. ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചില നൊമ്പരങ്ങൾ, ചില വേദനകൾ, എന്നെ മറ്റുള്ളവർ കരുതിയില്ലല്ലോ, എൻ്റെ മക്കൾ എന്നെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ലല്ലോ, എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഭാര്യ പറയുന്നു എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, മറ്റ് സ്ത്രീകളോടും മറ്റുള്ളവരോടൊക്കെ വലിയ സ്നേഹമാണ്, എന്നോട് സ്നേഹമില്ല. തിരിച്ച് ഭർത്താവ് പറയുന്നു എൻ്റെ ഭാര്യ എന്നെ വേണ്ടതുപോലെ കരുതുന്നില്ല. ഇങ്ങനെ വാസ്തവമായ സ്നേഹവും വാസ്തവമായ കരുതലും ലഭിക്കാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ആരും കരുതാത്ത പോലെ യേശു കരുതും. പത്രോസിന്റെ ജീവിതത്തിൽ അന്ന് കൂടെയുള്ളവരോ മീൻ പിടിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളോ ആരും പറഞ്ഞില്ല, സാരമില്ല, നിനക്ക് ഇനി മീൻ കിട്ടും, അല്ലെങ്കിൽ ഇന്നത്തെ ഫെയിലിയർ അതോർത്ത് നീ നിരാശപ്പെടേണ്ട,
ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, ഇതൊന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ഉത്സാഹിപ്പിക്കുകയോ അദ്ദേഹത്തെ ഒന്ന് ആശ്വസിക്കുകയോ ആരും ചെയ്തില്ല. പക്ഷെ യേശു ആശ്വസിപ്പിക്കുന്നവനാണ്. യേശു നമുക്ക് പ്രചോദനം തരുന്നവനാണ്. യേശു പത്രോസിനോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, പത്രോസേ, സാരമില്ല, ഇതുവരെ വന്ന ഫെയിലിയേഴ്സ് ഒന്നും സാരമില്ല, ഇതുവരെ നിനക്ക് മീൻ കിട്ടിയില്ലേ, സാരമില്ല, നീ മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിറക്കുക. ശീമോൻ പത്രോസ് തൻ്റെ ഉള്ളം തുറന്ന് യേശുവിനോടും പറഞ്ഞു. യേശു ശീമോൻ പത്രോസിന്റെ ആവശ്യം അറിഞ്ഞ് സംസാരിച്ചു. ശീമോൻ പത്രോസ് തൻ്റെ ഉള്ളു തുറന്ന് യേശുവിനോട് സംസാരിച്ചു. അതെ, നമ്മുടെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തിയാണ് യേശു ക്രിസ്തു. തീർച്ചയായും നമുക്ക് ഉള്ളു തുറന്ന് പറയുവാൻ ഒരാൾ വേണം. ഭൂമിയിൽ തന്നെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. ഭാര്യ ഭർത്താവിനോട് തുറന്നു പറയണം, ഭർത്താവ് ഭാര്യയോടും പറയണം. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏതാണ്ട് 31 വർഷമാകാൻ പോകുന്നു ഞങ്ങളുടെ വിവാഹം നടന്നിട്ട്. ഞങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കും. ഒരു രഹസ്യവും മറച്ചു വെക്കുന്ന ഒരു രഹസ്യവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എല്ലാം പറയും. ഒരുപക്ഷെ ആരെങ്കിലും ഒന്ന് പറയേണ്ടെന്ന് പറഞ്ഞാൽ പോലും അറിയാതെ പറഞ്ഞു പോകും. കാരണം എനിക്ക് നല്ല ഉറപ്പാണ്, എൻ്റെ പ്രിയ ഭാര്യയോട് പറയണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ ഒരകൽച്ചയുമില്ല, എല്ലാം പറയും. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എല്ലാം തുറന്നു പറയാൻ ഒരാൾ വേണം. അങ്ങനെയെങ്കിൽ തന്നെ നിങ്ങളുടെ പകുതി മ്ലാനതകൾ മാറും. തുറക്കുന്നില്ല, പലരും അടക്കി വയ്ക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയ ചില ദുഃഖങ്ങളും ചില വേദനകളും തുറക്കാൻ കഴിയാത്ത ചില അറകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കൂ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മ്ലാനത? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖം? എന്തുകൊണ്ടാണ് ഒരു ദുഃഖഭാവം? എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ പറ്റാത്തത്? സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് നോക്കിയാൽ. കർത്താവിനെ സ്തോത്രം. പക്ഷെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില വിഷാദഭാവങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും അതിൻ്റെ റിഫ്ലക്ഷൻസ് വന്ന് നിങ്ങളെ ദുഃഖമുള്ളവരാക്കി തീർക്കും. കർത്താവിന് സ്തോത്രം. എന്നാൽ അപ്പോൾ വരുന്ന ചില ദുഃഖങ്ങളും ചില സങ്കടങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. എന്നാൽ എല്ലാം തുറന്നു പറയാൻ, എല്ലാം ശരിയായി കേൾക്കുന്ന ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്. നിങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ എല്ലാം തുറന്നു പറയണം. നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ വീഴ്ചകൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോകുന്ന ചില അവസ്ഥകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം പറയാൻ പ്രിയരേ. ഒരുപക്ഷെ ഭർത്താവിനോടോ ഭാര്യയോടോ എല്ലാം പറയാൻ പറ്റുമോ? ചില പരാജയങ്ങളോ ചില വീഴ്ചകളോ ചില അബദ്ധങ്ങളോ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും, അല്ലെ അവർ നമ്മളെ തെറ്റിദ്ധരിക്കും. പക്ഷേ യേശുവിനോട് എല്ലാം പറയാം. ഒരു കൊച്ചു കുഞ്ഞ് അപ്പനോട് പറയുന്ന പോലെ. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടു, യേശുവിനോട് പറയുമ്പോൾ കെഞ്ചി അല്ല പറയേണ്ടത്, കൊഞ്ചി പറയണമെന്ന്. നല്ലൊരു ആലോചനയായിട്ട് എനിക്ക് തോന്നി. കെഞ്ചിക്കൊണ്ട് അല്ല പറയേണ്ടത്, കൊഞ്ചി പറയണം. കാരണം അത് അപ്പനും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴമാണത്, അതിൻ്റെ ദൃഢതയാണത്. പത്രോസ് പറഞ്ഞു, നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു. പരാജയം തുറന്നു പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ യേശുവിനോടൊന്ന് പറയാമോ? ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ സംഭവിച്ച ചില പരാജയ വിഷയങ്ങൾ, തോറ്റുപോയ വിഷയങ്ങൾ, നിങ്ങൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ജയിക്കാത്ത ചില സംഭവങ്ങൾ, ചില പരീക്ഷകൾ, പരീക്ഷണങ്ങൾ എല്ലാം യേശുവിനോട് അങ്ങ് തുറന്നു പറയൂ പ്രിയരേ. അതിനൊരു അല്പസമയം കണ്ടെത്തൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം കിട്ടും. നിങ്ങൾക്ക് വലിയൊരു ഭാരം കുറഞ്ഞതുപോലെ, കനം കുറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ, വെയിറ്റ് കുറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ കർത്താവ് നിങ്ങൾക്ക് തരും. ശിമോൻ പത്രോസ് പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ശരിയാണ്. എങ്കിലും 5-ാമത്തെ വാക്യം, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഒരു പൊടിച്ചു മീൻ പോലും കിട്ടിയില്ല. ഇന്ന് അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, എല്ലാം ചെയ്തിട്ടും ഒരു പ്രതീക്ഷയും ലഭിക്കാത്തവര്, ഒരു ഉയർച്ചയും ലഭിക്കാത്തവരാരെങ്കിലും ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ബലഹീനതകളും നിങ്ങളുടെ പോരായ്മകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പരാജയങ്ങളെല്ലാം യേശുവിനോട് തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾ യേശുവിനിൽ താണിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് പരിശ്രമിച്ച് നോക്കൂ. മകനെ, നീ വീണ്ടും ഒന്ന് പരീക്ഷ എഴുതി നോക്കൂ. മകളെ, നീ വിസയ്ക്ക് ഒന്നുകൂടി ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കൂ. മകളെ, നീ IELTS എഴുതാൻ ഒന്നുകൂടി പരിശ്രമിച്ച് നോക്കൂ.
എല്ലാം യേശുവിനോട് തുറന്നു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പരീക്ഷിക്കൂ, പരിശ്രമിക്കൂ, നിങ്ങൾക്ക് പ്രതിഫലം കർത്താവ് തരും. കർത്താവിന് സ്തോത്രം. ശീമോൻ പത്രോസിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത മെസ്സേജിൽ നമുക്ക് ചിന്തിക്കാം. ശീമോൻ തുറന്നു പറഞ്ഞപ്പോൾ, ശീമോൻ തന്നെ താഴ്ത്തിയപ്പോൾ, തൻ്റെ ഒന്നുമില്ലായ്മ സമ്മതിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനമനുസരിക്കാൻ തയ്യാറായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത മെസ്സേജിൽ ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയ നന്മകളാലും വലിയ സന്തോഷത്താലും വലിയ നിറവിനാലും ആത്മീയമായും ഭൗതികമായും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഉള്ളു തുറന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കാനുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എന്നെ നേരിട്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ അതിനുശേഷം ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീമിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കും. അവിടെ നിന്ന് വീണ്ടും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.